200 ഏറി ഇത്തവണ ഞാൻ 500 അടിക്കും. ഇവിടെ മൊബൈലും കുത്തി പിടിച്ചോണ്ടിരിക്കുമ്പോ അവിടെ രാവിലെ കാപ്പി കുടിയൊന്നും വേണ്ടേ? അങ്കിളെ ഇതൊരു ഓൺലൈൻ ആപ്പാ. ഇതിൽ ഞാൻ 200 അടിച്ചു വെച്ചിട്ടുണ്ട്. അങ്കിളിന് ആപ്പ് വേണം? വേണ്ടായേ, അല്ലേ തന്നെ ഞാനൊരു ആപ്പിപ്പെട്ടിരിക്കുക. ഇവിടെ അണ്ണാർക്കണ്ണനും തന്നാലായിരുന്നു, നീ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. മണിച്ചേട്ടന്റെ സിനിമയല്ലേ? ഓ അതല്ലടാ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നത്? അറമാതിക്ക് അടിച്ചു പൊളിക്കാനും ഫുഡ് കഴിക്കാനും. മാമി എന്നോട് അങ്ങനെ പറഞ്ഞിരിക്കണം. ഓ ആദിത്യ, അവസാനത്തെ മോനെ ആദിത്യ, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നത്? നിന്റെ മാമി, അതായത് എന്റെ മരുമോള് ഇലക്ഷൻ ജയിപ്പിക്കാനല്ലേ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എടാ, ഒരു മനുഷ്യൻ എന്തൊക്കെ വേണം നിനക്കറിയാമോ? അറിയാം. ഡ്യൂക്ക് ബൈക്കും മൊബൈലും ലാപ്ടോപ്പും, എന്നാലല്ലേ വ്ളോഗർ ആവാൻ പറ്റുള്ളൂ. എന്താണ് ചെക്ക വ്ളോഗിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്? പുതിയ കണ്ടന്റ് വല്ലതും കിട്ടിയാ? മാമിയുടെ അടുത്ത് വന്നതിന് ശേഷം എന്റെ വ്യൂസ് ഒക്കെ കുറഞ്ഞു. ഒരു കാര്യം ചെയ്താലോ? അങ്കിളിനെ വെച്ചൊരു പ്രാങ്ക് ചെയ്താലോ? എങ്ങനെയുണ്ട്? അങ്കിള് ഭിക്ഷക്കാരനും മാമി ഭിക്ഷക്കാരിക്കും. സൂപ്പർ അല്ലേ? ഇറങ്ങിയാലേ നമ്മൾ അസലായിട്ടും പിച്ചക്കാരാവും. പ്രാങ്കൊന്നും വേണ്ട, ഒറിജിനൽ ആയിരിക്കും. ഇതാ നിൽക്കുന്നതാണ് മിനി. കാര്യം ഉത്തമനും ഇനിയും തെക്കൊടുക്കാണെങ്കിലും ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചോളണം. ഇറങ്ങും. ഒരു സഹായമാണായിരുന്നല്ലോ. അയ്യോ, സജീവേട്ടന് ഇവിടെ ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ തന്നെ, അതിലേക്ക് ഇട്ട് തരാം. എന്താ പ്രശ്നം? കിഡ്നി ഫെയിലറാ അതോ ക്യാൻസറോ? എന്റെ പൊന്നുമങ്ങളെ, ഇതൊന്നുമല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമല്ലേ, ഒന്ന് സഹായിക്കണം. ഇത്തവണ ഉത്തമനെതിരെ അസോസിയേഷനിൽ മത്സരിക്കുന്നുണ്ടല്ലേ, നമ്മളൊന്ന് കൈകോർത്താ ഇവിടെ പലതും സംഭവിക്കും. അതെ, ഇവിടെ പലതും സംഭവിക്കും. തീപ്പെട്ടി കത്താതിരിക്കാൻ എന്നാ വഴി? അങ്കിളി എന്ത് മണ്ടത്തരായി പറയണ? അതെടുത്ത് വെള്ളത്തിൽ ഇട്ടാ പോരെ? കൊണ്ട് മടുത്തു. അല്ല, ഏതാ ഇള്ള പിള്ള? ഇള്ള പിള്ളയൊന്നുമല്ല, വലിയ പുള്ളിയാ. ഒത്തിരി വായില് ഒത്തിരി വർത്താനം പറയുന്ന വലിയ പുള്ള. മിനിയെ, അടുത്ത മീറ്റിംഗിന് ശേഷം നമുക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുറച്ച് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. തീർച്ചയായും ഉത്തമനെതിരെയുള്ള ഏത് തീരുമാനത്തിനും ഞങ്ങളൊക്കെ. എന്റെ റീനെ, അവള് കരാട്ടാണെങ്കിലേ ഉത്തമൻ കളരിയാ, കളരി. അവള് പിള്ളേരെയും കൂട്ടി ടൂറ് പോയേക്കണ് ഉത്തമനെ പൊളിക്കാൻ വേണ്ടി. ആ ടൂറ് ഞാനങ്ങ് നൈസായിട്ട് പൊളിച്ചു കൊടുത്തില്ലേ? അതെ, നിങ്ങൾ രക്ഷിയാകാൻ വേണ്ടി ശാന്തയുടെ സാരിയല്ലേ നിങ്ങൾ വാങ്ങിയത്? അത് തിരിച്ചു കൊടുക്കാൻ മറന്നുപോയല്ലോടി. അതെങ്ങനെയാ? അത് ആകെ ഉള്ളിലിട്ട് കീറി അലങ്കോലപ്പെടുത്തിയില്ലേ? പുതിയത് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം. പുതിയത് വാങ്ങിക്കൊടുത്താൽ എന്താടി, അവന്മാരുടെ ടൂർ ചെയ്യാൻ പൊളിച്ചില്ലേ? ഉത്തമന്റെ അടുത്ത അവക്കട കളി. അല്ല, എന്റെ ആന്റി ഒന്ന് കിണറ്റി പറഞ്ഞു പ്ലീസ്. ചേട്ടാ 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 വന്ന് നിർത്തോ. എന്റെ മാമി ഒന്ന് കിണറ്റി പോയെന്ന് രക്ഷപ്പെടുത്താൻ പറ്റും? പ്ലീസ് പ്ലീസ്, ഒന്ന് പെട്ടെന്ന് 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 നിർത്ത് 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 നിർത്ത്. അയ്യോ, നിർത്ത് 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 നിർത്ത്. മാമ, എന്റെ ആന്റി ഒന്ന് കിണറ്റി പോയെന്ന് രക്ഷിക്കാൻ പറ്റുമോ പ്ലീസ്? ഞാൻ വണ്ടി സൈഡ് ആക്കാം. ഒരു മിനിറ്റ്. ഇവിടെ തന്നെ അറിയില്ല കേട്ടോ. അതിന് സ്വിമ്മിംഗ് പൂളിലല്ലോ, കിണറ്റിന്റെ ചാടാനല്ലേ പറഞ്ഞു. എവിടെ പാറ റെഡി നോക്ക്. ഞാൻ ഒന്നും കാണില്ല. കല്ലിന്റെ അടി നോക്ക്. കുപ്പിയുടെ അപ്പുറത്ത് നോക്കുന്നു. അവിടെ തന്നെ ഉണ്ട്, നോക്ക്. ഞാൻ ഒന്നും കാണില്ല. ഞാൻ ഇപ്പൊ ഒരു കല്ല് പറക്കേറി നോണ്ട, അങ്ങോട്ട് നോക്ക്. കണ്ട അത് കണ്ട? ഞാനൊന്നും എന്റെ മാമി അവിടെ ശ്വാസം പൊട്ടി ചാവയാണ്. നോക്ക്. അയ്യോ, അങ്ങോട്ട് നോക്കാൻ. അതൊന്നും കാണുന്നില്ലല്ലോ മോനെ. അവിടെ നോക്ക്. എവിടെ പാറക്കെട്ടിന്റെ അടിയിൽ നോക്ക്. എടുത്തോ, ഞാൻ കാണുന്നില്ല. അവിടെ ഉണ്ട്. എന്താ സംഭവം? ഇതാരാ? ഇതെന്റെ മാമി. അപ്പൊ ഇതോ? അവിടെ ഒന്നുമില്ല. ഗൈസ്, ഇറ്റലി മീഡിയയിലെ ആദ്യത്തെ പ്രാങ്ക് ഷോ ആണ് ഗൈസ് ഇത്. മാമിന്റെ പേരെന്താ? ഷാജി. ഷാജി മാമനാണ് ഇന്നത്തെ പ്രാങ്കിൽ
പെട്ടിരിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് കൊടുക്കാൻ വന്നെന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപ കാറും പിന്നെ 25 കിലോ അരിയും. ഇതൊക്കെ തരണമെന്നുണ്ട്. പക്ഷെ പ്രാങ്ക് ഇത് പ്രാന്ത് എന്നൊക്കെ പറയാം. ഇവിടെ ഞാൻ ഒരു എയർപോർട്ട് ട്രിപ്പ് ഒഴിവാക്കിയിട്ട് ഈ കിണറ്റിക്ക് ആൾ വന്നിട്ട് ചാടി പോകുന്നത്. നിങ്ങളിപ്പോഴത്തെ കുറച്ച് ആൾക്കാർ മൊബൈലും ഉപയോഗിച്ച് ഇറങ്ങിയേക്കുക വെറുതെ ആവശ്യമില്ലാതെ. വണ്ടിക്കാരൻ ബീരാനക്കാരണ്ടാം കെട്ടിന് പൂതി വെച്ച് കൊണ്ടോട്ടി ചെന്ന് കണ്ട് തണ്ടുകാരി പാത്തുമ്മേനെ. പുതിയ പ്രകടന പത്രിക വന്നിട്ടല്ലോ. എന്താ പെൻഷൻ തുക കൂട്ടുന്നോ എന്തൊക്കെയാണല്ലോ വായിച്ചില്ലേ? ഉള്ള പെൻഷൻ കൊടുക്കാൻ നോക്കും. എൻ്റെ ബാപ്പാക്ക് പെൻഷൻ കിട്ടി 2 മാസമായി. അല്ലടാ, നിനക്ക് റബ്ബറും തോട്ടം ഇല്ലേ? ഉണ്ട്. അത് 10,000 മരല്ലോ ഉള്ളാകെ. അതിലൊന്നും കിട്ടണില്ലേ? എന്ത് കിട്ടാൻ? കൂടി വന്നൊരു 10,000 or 15,000 കിട്ടും. അതുകൊണ്ട് അപ്പൊ കുട്ടിക്കാലത്തുള്ള ഏലത്തോട്ടം അതൊക്കെ ആര് നോക്കാനാന്ന്? ഇവിടെ ഈ കടമുറിയുടെ വാടക അത് കിട്ടണം. ഞാൻ വാങ്ങി. എല്ലാം ഉണ്ട്. റബ്ബറും തോട്ടം ഉണ്ട്, കുട്ടിക്കാലത്ത് ഏലത്തോട്ടം ഉണ്ട്, കടമുറിക്കൊക്കെ അവന് വാടക മേടിക്കുന്നുണ്ട്. എന്നിട്ടാണ് പാപ്പാക്ക് 2 മാസത്തെ പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. നാണാവില്ല നിനക്കൊക്കെ. എന്റെ പൊന്നു സമതേ, ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ? ഞാനൊരു പുതിയ പാർട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്നോട് ചേർന്ന് നിന്നാൽ നല്ല അത്തറിന്റെ മണം ഉണ്ടാവും, വേറെ ഒരു ഗുണം ഉണ്ടാവും. ഉത്തമ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കഥയല്ലേ ഇത്. ഞാൻ വർഷങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുക. ഇത് പിടിച്ച് എന്തൊരു നാറ്റ, ഒരു മയത്തിലൊക്കെ അടിക്കാൻ പാടില്ല. രാവിലെ തന്ന 4 ലിറ്റർ പാലിന്റെ കണക്കില്ലേ, ഡയറി കുറിച്ചോ? എന്റെ പൊന്നു പറ്റേ, രാവിലെ തന്നെ ഡയറി പോയി പാല് മേടിച്ചിട്ട് കട തുറന്നു. ഇങ്ങനെ ഡയറി കുറിക്കാനാണെങ്കിൽ ഇനി മുതൽ ഞാൻ ഡയറി പോയിട്ട് പാല് മേടിച്ചോളൂ. മോളെ, നാളെ 2 ലിറ്റർ പശുവും പാല് വേണം. പാർട്ടി കമ്മിറ്റി ഇല്ല ചായ കൊടുക്കാൻ. പിന്നെ പശുപാലല്ലാതെ പിന്നെ കഴുതപ്പാലാണോ ഞാൻ തരുന്നത്? ഇയാളായതുകൊണ്ട് കഴുതപ്പാലായാലും ചേരും. നീ പോക്കോ. ഉത്തമേട്ടാ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മിണ്ടരുത്. യൂണിവേഴ്സിറ്റിയുടെ കഥ ഇനി എന്നോട് മിണ്ടരുത്. കേട്ട് എന്റെ ചെവി തണുപ്പിച്ച്. ഇപ്പൊ വായനശാല തുറന്നിട്ടുണ്ടാവും, അവിടെ പോയിട്ട് യൂണിവേഴ്സിറ്റിയുടെ കഥ പറ. പോ. മാമി, ഇങ്ങനെ കയ്യിലെന്താ തേങ്ങ ഇരുന്ന് വിറക്കുന്നേ? അടിക്കാത്തോണ്ടല്ലേ. മാമി, തേങ്ങ വീട്. ഷൂ എന്നൊരു ശബ്ദം കേട്ടില്ലേ? ഇവിടെ സർപ്പദോഷമുണ്ട്. അത് ഷൂ എന്നുള്ള ശബ്ദം ഉണ്ടാക്കിയത് പാമ്പല്ല, പാമിയാ. കാര്യം പറയണോ? തേങ്ങ വീണോടുത്ത് വെള്ളം ഉറപ്പാം. സത്യം ഉണ്ട്. ജപ്പാൻ കൂടി ഉള്ള പദ്ധതി ഇതിലാ പോകുന്നത്. വെള്ളമുണ്ട്. വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. ഞാൻ ബെൽറ്റ് കിട്ടിയേക്കാം. അതായത് താഴെ. എടാ, അതിന്റെ ആ വെള്ളമുണ്ട് അയച്ചു കൊടുത്തണ. അവൻ അടിയിലൊന്നും ഇട്ടിട്ടില്ല, അത് കാരണം അത് കഴിക്കാൻ പറ്റൂല. അതല്ല, തേങ്ങ ചതിക്കില്ല. തേങ്ങ ചതിക്കൂലായിരിക്കും, പക്ഷെ തെങ്ങ് ചതിക്കും. സ്വാമിയില്ല, അങ്ങോട്ട് നോക്കിയേ. തേങ്ങ ഉണങ്ങി കിടക്കണണ്ട. അതിൽ നിന്നൊരു ഉണക്ക തേങ്ങ വന്ന് സ്വാമിയുടെ നെറുകന്തലയിൽ വീണ സ്വാമിയുടെ അണ്ടകടാകം വരെ പൊളിഞ്ഞു പോകും. എന്റെ താല്പര്യപ്രകാരമാണ് ഇവിടെ ഈ കോയിൽക്കിണർ നിർമ്മിച്ചത്. ഉത്തമ, കൈയടിക്കാൻ ഈ കുഴൽക്കിണർ കൊണ്ടേ ഇവിടെ ആർക്കാ മെച്ചം ഉണ്ടായെന്ന് അറിയാവോ? എനിക്ക് ഇനി പുഴവെള്ളം പാലിൽ ചേർക്കണ്ടല്ലോ. ഇനി യോഗ നടപടികളൊക്കെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും പിരിഞ്ഞോകാം. മുട്ടുകുത്തി നേർച്ചയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കടാ. മുട്ടുകുത്തി അല്ലടാ മാമിക്ക് ജയിക്കാൻ പറ്റൂ. ഹര ഹരോ ഹര ഹര കരകരോ കരകര. എടാ കരക്കാരെ കൊണ്ട് പറയിപ്പിക്കല്ലടാ. ഹര ഹരോ ഹര ഹര പറ. ഹര ഹരോ ഹര ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തമൻ തന്നെ ജയിക്കും. കാണാം കാണാന്നാ സതേഷേ. ഉര എന്നിട്ട് ഉരുണ്ടോ? കേറ. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. കേറ. ഹര ഹരോ ഹര ഹര. ഹരോ ഹര ഹര. ഹരോ ഹര ഹര. ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. ഓ എന്റെ ദൈവമേ, ഇത്തവണ നിങ്ങളെ കിട്ടിയത് എന്റെ ഭാഗ്യം.
ഈ ഇലക്ഷനിൽ ഞാൻ എന്തായാലും ജയിക്കും, അത് ഉറപ്പാ. അയ്യോ 10 റൗണ്ട് ആയിട്ടുള്ളൂ, ഇനിയും കിടക്കണ്. പോട്ടെ പോട്ടെ. ഹര ഹരോ ഹര. തള്ളി വിടറാ. തള്ളി വിടറാ. അങ്കിളെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അതൊന്നും സാരമില്ലടാ, ഇതെല്ലാം മോന്റെ മാമിക്ക് വേണ്ടിയാ. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. എന്റെ മുട്ട് രണ്ടും പൊട്ടി. നിന്റെ മുട്ട് മാത്രമല്ലടാ, നിന്റെ മാമിയും പൊട്ടും. അതാ ഉത്തമന്റെ കളി. ഉരുളടാ ഉരുളടാ സജേഷേ. ഹര ഹരോ ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര.